ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ കൂന്തൽ വെച്ച് ഒരു നാടൻ രീതിയിലൊരു കൂന്തൽ മുളകിട്ട റെസിപ്പിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വീഡിയോസാണ് ഞാൻ കാണിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തലിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നത്. മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി പിന്നെ ചേർക്കാം. അപ്പോൾ ആദ്യം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കൈ നല്ലോണം വൃത്തിയിൽ കഴുകിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ഒരു 3-4 വെളുത്തുള്ളി എല്ലാം കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഈ മിക്സ് ചെയ്ത് വെച്ച കൂന്തലിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഉള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വലിയ ഉള്ളി, ചെറിയ ഉള്ളി അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വെളുത്തുള്ളി മാത്രമാണ് എടുക്കുന്നത്. തക്കാളി, പച്ചമുളകൊക്കെ ചേർത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഇത് തക്കാളിയൊക്കെ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. പച്ചമുളകും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ കുടംപുളിയല്ല ഉപയോഗിക്കുന്നത്, വാളംപുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുളി നന്നായി കുതിർത്ത് വെച്ചതാണ്. ഈ കുതിർത്ത് വെച്ച പുളി നന്നായി ഒന്ന് പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ കൂന്തലിന് വേവ് കുറച്ച് കൂടുതലായതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് നമുക്ക് കുറുക്കിയെടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം മുളക് പൊടി ആവശ്യമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കാം, അല്ലെങ്കിൽ തിളച്ച് വരുമ്പോൾ നോക്കിയാൽ മതി. മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് വിറകടുപ്പിലാണ് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വിറകടുപ്പിലേക്ക് ഞാൻ ഈ ചട്ടി മാറ്റുകയാണ്. പിന്നെ നന്നായി ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കുക കറി. വെള്ളമൊക്കെ നന്നായി കുറുകി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. കറി ഇപ്പോൾ നന്നായി കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കൂന്തൽ മുളകിട്ട റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.